രണ്ടാം പിണറായി സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷകളെ തല്ലിക്കൊഴിച്ചു കളഞ്ഞെന്ന് വിമർശനം. CPM കായംകുളം കൃഷ്ണപുരം ലോക്കൽ സമ്മേളനത്തിലാണ് ഈ വിമർശനം ഉയർന്നത്. PV അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ സുതാര്യമായി ഒരു അന്വേഷണം നടക്കണം. ADGPയുടെ RSS ബന്ധത്തെ നിസ്സാരമായി പാർട്ടി കാണരുതെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിവാൽ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, ഏത് സാഹചര്യത്തിലാണ് ലോക്കൽ സമ്മേളനത്തിൽ ഇത്തരമൊരു വിമർശനം ഉയർന്നത്? SKN സംസ്ഥാനത്ത് തന്നെ CPMൽ വലിയ വിഭാഗീയ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്, പ്രത്യേകിച്ചും കായംകുളം. കായംകുളത്ത് ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് മുൻപേ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. ഇവിടെ പുള്ളിക്കണക്ക് ബ്രാഞ്ച് സമ്മേളനത്തിൽ 15 പേർ രാജിവെച്ച് പോയത് വലിയ വാർത്തയായിരുന്നു. പിന്നാലെ ചേർന്ന കൃഷ്ണപുരം ലോക്കൽ സമ്മേളനത്തിലാണ് വലിയ വിമർശനം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഉണ്ടായത്. രണ്ടാം പിണറായി സർക്കാർ ജനങ്ങളുടെ വലിയ പ്രതീക്ഷയെ തല്ലിക്കെടുത്തി. ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദ വിഷയത്തിൽ PV അൻവറിനെ അനുകൂലിക്കുന്ന നിലപാട് സമ്മേളനത്തിൽ ചില പ്രതിനിധികൾ കൈക്കൊണ്ടുവന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം. അതിൽ PV അൻവർ ഉന്നയിക്കുന്ന ആരോപണം അത് ഗൗരവത്തിൽ കാണണം, അതിൽ നടക്കുന്ന അന്വേഷണം സുതാര്യമായിരിക്കണം. ഒപ്പം തന്നെ ADGPയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ CPIMൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ഘട്ടത്തിലാണ് ഒരു പ്രധാനപ്പെട്ട ലോക്കൽ കമ്മിറ്റി തന്നെ അവിടെ അഭിപ്രായം പറയുന്നത്. ADGPയും RSSുമായിട്ടുള്ള ബന്ധത്തെ നിസ്സാരവൽക്കരിക്കരുത്, അത് വലിയ ഗൗരവത്തിൽ കൂടി കാണണം. ഒപ്പം തന്നെ ജില്ലയിലെ പ്രമുഖ നേതാക്കൾക്കെതിരെയും വലിയ വിമർശനമുണ്ടായി. ജില്ലയിലെ പ്രമുഖ നേതാവ് നടത്തിയ അഴിമതിയുടെ പരസ്യമായ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. അതിൽ മറുപടി ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ പാർട്ടി ഭരിക്കുന്ന പുള്ളിക്കണക്ക് സഹകരണ ബാങ്കിൽ അഴിമതി ഉണ്ടായി. ആ അഴിമതിയുടെ പണം ഓരോ വർഷവും തിരിച്ചടക്കുകയാണ്. ഇതിൽ മറുപടി പറയണമെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട, അതായത് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ തവണ AM ആരിഫ് ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിൽ നിന്ന് ജയിച്ചു വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച ഒരു മണ്ഡലമായിരുന്നു കായംകുളം. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ ശോഭാ സുരേന്ദ്രൻ പല സ്ഥലങ്ങളിലും പാർട്ടിയേക്കാൾ വലിയ രീതിയിൽ ഭൂരിപക്ഷം നേടിയ സാഹചര്യമുണ്ടായി. പല പാർട്ടി കോട്ടകളിലും CPIM 3-ാം സ്ഥാനത്തെത്തി. ഇത് പ്രമുഖരായിട്ടുള്ള ചില നേതാക്കൾ BJP നേതാക്കളുമായി നടത്തുന്ന ചില അന്തർധാരയുടെ ഭാഗമായിട്ടാണ്. ഒപ്പം തന്നെ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ അവിടെയുള്ള ഒരു മുൻ ഏരിയ കമ്മിറ്റി അംഗം BDJS നേതാക്കളുമായി BJPക്ക് വേണ്ടി നടത്തിയ കൂടിക്കാഴ്ചയുടെ പരസ്യ ദൃശ്യങ്ങൾ പുറത്തു വന്നത് പാർട്ടിക്ക് തിരിച്ചടിയെ തുടങ്ങിയിട്ടുള്ള രൂക്ഷമായ വിമർശനമുണ്ട്. എന്താണെങ്കിലും ആലപ്പുഴയിൽ ഇനി ജനുവരി 10, 11, 12 തീയതികളിൽ ഹരിപ്പാട് വെച്ചാണ് ജില്ലാ സമ്മേളനം തുടങ്ങുക. ജില്ലാ സമ്മേളനത്തിന് മുൻപായി നടക്കുന്ന ഈ ലോക്കൽ സമ്മേളനം അടക്കം വലിയ ആക്ഷേപങ്ങളും പരാതികളും. മനീഷ്, ഒരു ചെറിയ കാര്യം, ഈ ആലപ്പുഴ ജില്ലയിലെ പല ഭാഗങ്ങളിലും പൊതുവെ വിഭാഗീയ കാര്യങ്ങൾ പൊങ്ങി വരാറുണ്ട്. പല സമയത്തും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. പാർട്ടി അത് വല്ലാതെ ഗൗരവത്തോടെ വീക്ഷിക്കുന്നുവെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് ആലപ്പുഴ ജില്ലയിൽ. അപ്പോൾ ഈ കായംകുളത്തെ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന ഈ അഭിപ്രായങ്ങളും ഈ വിഭാഗീയതയുടെ വല്ല പ്രതിഫലനമായി നമുക്ക് കാണാൻ കഴിയുമോ? SKN ആലപ്പുഴ ജില്ലയിൽ പ്രധാനമായും 2 വിഭാഗങ്ങളാണുള്ളത്. ഔദ്യോഗിക വിഭാഗം, അത് ജില്ലാ സെക്രട്ടറി R നാസർ നയിക്കുന്ന ഒരു വിഭാഗം. മറ്റൊന്ന് സംസ്ഥാനത്തെ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ. അങ്ങനെ 2 വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള പല വിഭാഗീയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കായംകുളത്തെ സ്ഥിതി അങ്ങനെയല്ല. കായംകുളത്ത് അവിടെ 4 ലോക്കൽ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ 4 ലോക്കൽ കമ്മിറ്റിയിൽ 5 ഗ്രൂപ്പുകൾ ഉണ്ടാകുമെന്ന രീതിയിലുള്ളൊരു പരിഹാസം അടക്കം പുറത്തുനിന്ന് ആളുകൾ പറയാറുണ്ട്. അത്തരത്തിൽ വലിയ വിഭാഗീയ പ്രശ്നങ്ങൾ ഈ കായംകുളത്ത് നടക്കാറുണ്ട്. കായംകുളത്ത് നേരത്തെ SFIയുടെ ഒരു മുൻ നേതാവ് നടത്തിയിട്ടുള്ള, വർഷങ്ങൾക്ക് മുൻപ് നടത്തിയിട്ടുള്ള കൊലപാതകത്തിൽ താൻ അന്ന് പ്രതിയായ വിവരം പുറത്തു പറഞ്ഞത് കഴിഞ്ഞ കാലയളവിൽ തന്നെ വലിയ വിവാദമായിരുന്നു. അങ്ങനെ വലിയ വിഭാഗീയ പ്രശ്നങ്ങളുണ്ട്. പുതിയ വിവാദം അവിടെ ഈ ലോക്കൽ സമ്മേളനത്തിൽ ഉയർന്നു വന്നത് ലോക്സഭാ തോൽവിയിൽ അടക്കമുള്ള വിമർശനങ്ങൾ മാത്രമല്ല, പാർട്ടി നേതാക്കൾ ഇപ്പോൾ നടത്തുന്ന BJP നേതാക്കളുമായി നടത്തുന്ന കൂടിക്കാഴ്ചകൾ, അവർ നടത്തുന്ന അന്തർധാരകൾ, ഒപ്പം തന്നെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ. അതായത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ മുതൽ ഉണ്ടായ അടിയൊഴുക്കുകളിൽ പല ആളുകളും, പ്രത്യേകിച്ച് ഈഴവ കോട്ടകൾ ഉണ്ടായ വിള്ളലുകൾ, പലരും BDJSുമായി അടുത്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിഭാഗീയതയുമായി കൂട്ടി വായിക്കേണ്ട വിഷയമാണ്. അത്തരത്തിൽ പാർട്ടി നേതൃത്വവും അവിടെ ഏരിയ കമ്മിറ്റിയിൽ തന്നെ ഒരു നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന പല നേതാക്കളുമാണെന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഭരിച്ച 4 പഞ്ചായത്തുകളിൽ BJPക്ക് അവിടെ സീറ്റ് നേടാൻ സാധിച്ചതും വലിയ രീതിയിൽ വിമർശനമുണ്ടാക്കിയിരുന്നു. SKN. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.